5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പലതരത്തിലുള്ള വായ്പകൾ, ഈ വായ്പകളൊക്കെ കൂടി വരുന്നു ഒരു വശത്തോടെ. അങ്ങനെ വായ്പകളൊക്കെ കൂടി വരുന്നു എന്നുള്ളതിൻ്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ 4,14,000 കോടി വരെ എത്തിയിരിക്കുന്നു. ഈ പറയപ്പെട്ട മൂന്നും, അതായത് ഇങ്ങനെ കടമെടുത്ത് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയും കൂടി കടമെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് കടക്കെണിയിലേക്ക് എന്ന രീതിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ CAG ഇടപെട്ടു. CAG പറഞ്ഞു, ഈ പോക്ക് നല്ലതിനല്ല, സംസ്ഥാനം കടക്കെണിയിലേക്ക് പോകും. അതുമാത്രവുമല്ല, ഇങ്ങനെ കടമെടുത്താൽ വരും തലമുറയിൽ വരുന്ന വലിയ ഭാരമായി തീരും. മൂന്നാമതൊരു കാര്യം കൂടി CAG പറഞ്ഞു. എന്താണത്? ഈ കടമെടുപ്പ് സുതാര്യമല്ല എന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സംസ്ഥാനം അതുപോലെ തന്നെ പോവുകയാണ്. അങ്ങനെ CAGയുടെ ഈ കമൻസും ഈ കേരളത്തിൻ്റെ കടം പോകുന്ന പോക്കും ഒക്കെ കണ്ടപ്പോഴത്തേക്കും റേറ്റിംഗ് ഏജൻസീസ്, അന്താരാഷ്ട്ര ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഫോർ എക്സാമ്പിൾ ഫിച്ച് എന്ന അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ്, കേരളത്തെ പറ്റിയുള്ള കടത്തിൻ്റെ റേറ്റിംഗ് BB പോസിറ്റീവായിരുന്നു, BB സ്റ്റേബിളായിരുന്നു 2023 വരെയുള്ള കാലത്ത്. 2023 ഇത്തരം അവസ്ഥകളൊക്കെ വന്നപ്പോഴേക്കും അവർ അത് BB നെഗറ്റീവാക്കി. മാത്രവുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനം കാണിച്ചു, ഇന്ത്യയിലെ ഏറ്റവും കടം വർദ്ധിച്ച 4 സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, കേരളം. അതിൽ തന്നെ ഏറ്റവും ഭാരത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ കടം, അതായത് GSDPയുടെ 29% വരെ കടമെടുക്കാവുള്ളൂ എന്ന് FRBM ആക്ട് അനുശാസിക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? 2020-21 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ നോക്കുക, ഓരോ വർഷവും 35% മുകളിലാണ് സഞ്ചിത കടം. 29% നിർത്താൻ പറഞ്ഞ കടമാണ് 35% മുകളിൽ പോയത്. അങ്ങനെ റിസർവ് ബാങ്ക് പറഞ്ഞു, ഈ 2023 38% എത്തി നിൽക്കുകയാണ് സഞ്ചിത കടം, ഇങ്ങനെ പോകാൻ പറ്റില്ല എന്ന്. അപ്പോൾ നിർമ്മല അതായത് കേന്ദ്ര ധനമന്ത്രിയും ഇടപെട്ടു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കിഫ്ബി വഴിയെടുത്ത കടവും KSSPL വഴിയെടുത്ത കടവും കൂടി ഈ കടത്തിൻ്റെ കൂടെ, അതായത് FRBM ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്ന കടത്തിൻ്റെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് വന്നപ്പോൾ, അതായത് മൂന്നും കൂടി കൂട്ടിച്ചേർത്തപ്പോൾ 2023 തന്നെ 4,14,000 കോടിയായിട്ട് കടം വർദ്ധിക്കുന്നു. ഇത് CAG റിപ്പോർട്ട് 2023 സമർപ്പിച്ച CAG റിപ്പോർട്ടിലുണ്ട്. 4,14,000 കോടിയായിട്ട് കടം ഉയർന്നു. അത് കഴിഞ്ഞ 2024 കടം, 2025 കടം, അതിലേക്ക് വരികയാണ് ഞാൻ. 2025 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കടം എന്ന് പറയുന്നത്, ഒരു നിമിഷം, ബജറ്റ് ഡോക്യുമെൻ്റ് തന്നെ വെച്ച് ഞാൻ പറയാം. ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കടം 4,81,997.62 കോടി. 4,81,997.62 കോടി. ഇതെത്രയാണ്? ഇത് GSDPയുടെ 33.77%, അതായത് GSDPയുടെ ശതമാനമായിട്ട് പറയും. അപ്പോൾ ഇതും 29% നിർത്തേണ്ടത്. ഇത്രയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവരെല്ലാം നിർദ്ദേശങ്ങളുമായി വന്നിട്ടും ഉപദേശങ്ങളുമായി വന്നിട്ടും ഇപ്പോഴും, അതായത് ഗവൺമെൻറ് നിജപ്പെടുത്തിയിരിക്കുന്നത് 33.77%. ഉടനെ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു, ഇക്കൂട്ടത്തിൽ നിങ്ങൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വഴിയുമുള്ള കടവും കൂടി കൂട്ടിച്ചേർക്കുക. അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ അത് 6 ലക്ഷം കോടിയിലെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ബാറ്റൺ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്ക് കൈമാറുന്ന സമയത്ത് നമ്മുടെ സഞ്ചിത കടം എത്ര കോടിയായിരുന്നു എന്നറിയണ്ടേ? 1,53,000 കോടിയായിരുന്നു. 1,53,000 കോടി. ഇപ്പോൾ 8 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അത്
6 ലക്ഷം കോടിയിലെത്തിയിരിക്കുകയാണെന്ന് ഓർക്കണം. അങ്ങനെയാണ് നാം കടക്കണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ കടം കൊണ്ടു പോകുമ്പോൾ അവരാരെയാണ് പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും കൂടി നമ്മൾ വിശകലനം ചെയ്യണം. ഇത്രയേറെ കടമെടുക്കാൻ ഈ സംസ്ഥാനത്തെ പ്രേരിപ്പിക്കാൻ വേറെ പ്രേരക ശക്തികളുണ്ടോ, അതും കൂടി നമ്മൾ അറിയണം. സംസ്ഥാന ഗവൺമെൻറ്റിനെ പഴി പറയുമ്പോൾ മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ പ്രേരണ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുകൂടി നാം അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഫെഡറൽ സംവിധാനത്തിലെ ഡെവല്യൂഷനിൽ വന്നിട്ടുള്ള തെറ്റുകൾ, അതായത് വലിയ അനീതികൾ മനസ്സിലാകുന്നത്. 2015 മുതൽ പ്രവർത്തനം, അതായത് 2015 ധനകാര്യ കമ്മീഷൻ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത് 2020-21 മുതൽ 25-26 വരെയുള്ള 5 വർഷക്കാലമാണ് 15 ധനകാര്യ കമ്മീഷൻ്റെ. പക്ഷേ 15 ധനകാര്യ കമ്മീഷൻ 2014 മുതലേ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 15 ധനകാര്യ കമ്മീഷൻ ചെയ്ത, അതായത് ഇനി ഞാൻ പറയാൻ വരുന്നത് കേരളത്തിൻ്റെ കടഭാരം, അതുപോലെ ഈ ഇവിടുത്തെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന, ധനപ്രതിസന്ധിയിലാക്കുന്നതിൽ വലിയ പങ്ക് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, ഫെഡറൽ സംവിധാനത്തിനുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൂടി പറഞ്ഞാലേ ഈ കഥ പൂർത്തിയാകുകയുള്ളൂ. അതായത് എങ്ങോട്ട് കടവുമായി പോകുന്നു, എവിടം വരെ പോകും എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു ബാഹ്യശക്തിയുടെ പ്രേരണ കൂടി ഉണ്ട്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ 15 ധനകാര്യ കമ്മീഷൻ്റെ വരെയുള്ള കമ്മീഷനുകളുടെ പറഞ്ഞു വരുമ്പോൾ ഞാനത് പറഞ്ഞുകൊള്ളാം. അപ്പം 15 ധനകാര്യ കമ്മീഷൻ അതിൻ്റെ ഫ്രെയിം വർക്ക് തയ്യാറാക്കുന്ന സമയത്ത് സാധാരണ എല്ലാ ഫിനാൻസ് കമ്മീഷൻസും 1971 പോപ്പുലേഷനാണ് അടിസ്ഥാന സൂചകമായി, പോപ്പുലേഷൻ സൂചകമായി എടുത്തിരിക്കുന്നത്. അത് 1971 പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 3.81%, 3.83% കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യയുടെ. അപ്പോൾ ഈ 15 ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? ഇതുവരെയുള്ള 14 ധനകാര്യ കമ്മീഷൻസും എടുത്തത് ഈ 1971 പോപ്പുലേഷനാണ് സൂചകമായിട്ട് എടുത്തത് എങ്കിൽ 15 ധനകാര്യ കമ്മീഷൻ 2011 പോപ്പുലേഷൻ എടുത്തു. അപ്പോൾ എത്രയായി കേരളത്തിൻ്റെ പോപ്പുലേഷൻ? 2.71% കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു. എന്താ കാരണം ഈ കേരളത്തിൻ്റെ പോപ്പുലേഷൻ കുറയാൻ? കേരളത്തിൻ്റെ മാത്രമല്ല, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ കുറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ, കേരളത്തിൻ്റെ അല്ല, പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ. എന്താണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുന്നത്? റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അച്ചീവ് ചെയ്യുക. എന്താണ് ഈ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അച്ചീവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് ടെക്നിക്കലായിട്ട് പറയാം. ഇനി അതൊരു സ്റ്റുഡൻറ്റിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒന്നോടെ അപഗ്രഥിക്കണമെങ്കിൽ അത് ഇങ്ങനെ അപഗ്രഥിക്കാം. ഒരു ഭർത്താവും ഭാര്യയും മുഖത്തോട് മുഖം നോക്കിയിരുന്നു പറയുന്നു, നമുക്ക് 2 കുട്ടികൾ, ഒന്ന് നിന്നെ റീപ്ലേസ് ചെയ്യാൻ, ഒന്ന് എന്നെ റീപ്ലേസ് ചെയ്യാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കുട്ടികൾ മതിയോ എന്ന് അവരിൽ ഒരാൾ സംശയിച്ചു. അത് മാത്രം പോരാ, ഇത്തിരി കുട്ടിയും കൂടെ, ഒരു 1/4 കുട്ടി കൂടെ. പക്ഷെ നമുക്കറിയാം 1/4 കുട്ടി ഉണ്ടാവില്ലെന്ന്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നിത്യബ്രഹ്മചാരികളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും റീപ്ലേസ് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ കപ്പിളിന് 3 കുട്ടികളോ 4 കുട്ടികളോ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ പൊതുവെ എല്ലാ കപ്പിളിനും 2 കുട്ടികൾ മാത്രം. അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയില്ല. 1970കളുടെ സമയത്തൊക്കെ ഇന്ത്യ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ വക്കീലായിരുന്നു. അപ്പോൾ പട്ടിണി ഒരു വശത്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതിൽ നിന്ന് കരകയറാനാണ് ഇങ്ങനെയുള്ളൊരു പോപ്പുലേഷൻ പോളിസി കൊണ്ടുവരുന്നത്. ആ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒക്കെ പോപ്പുലേഷൻ കുറഞ്ഞു ഇന്ത്യ യൂണിയൻ്റെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്യുക? ഈ 3.83 ഇന്ത്യയുടെ പോപ്പുലേഷൻ 2.71 കുറഞ്ഞപ്പോഴേക്കും 14 ധനകാര്യ കമ്മീഷൻ സെൻട്രൽ പൂളിൽ നിന്ന്
നമുക്ക് തന്നിരുന്നത് 2.50% സെൻട്രൽ ടാക്സ് പൂളിൽ നിന്ന് കേരളത്തിന് നൽകിയത് 14-ാം ധനകാര്യ കമ്മീഷൻ നൽകിയത് 2.50% അത് കുത്തനെ ഇടിഞ്ഞു. പോപ്പുലേഷൻ താഴെ പോയതുകൊണ്ട് എത്രയിലേക്ക് മാറി? 1.93% കുറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇതിൻ്റെ ഡ്രാഫ്റ്റ്, ഈ 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ തന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കോൺക്ലേവ് നടത്തുകയും പ്രസിഡൻറ്റിനെ കാണുകയും പ്രസിഡൻറ്റ് ചില നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് 1.93 കിട്ടിയത്. അല്ലെങ്കിൽ അതിനേക്കാളും മോശമായേനെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ. അതിനെപ്പറ്റി തന്നെ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ നിർത്തുക. നിങ്ങൾക്ക് അത്യാവശ്യ കാര്യം പിടികിട്ടിയല്ലോ. ഫിനാൻസ് കമ്മീഷൻ വഴി എങ്ങനെ സംസ്ഥാനങ്ങളെ കേന്ദ്രം തളച്ചു. ഇത് ഫിനാൻസ് കമ്മീഷൻ സ്വമേധയാ എടുത്ത തീരുമാനമായിരിക്കേയില്ല. ഈ 1971 പോപ്പുലേഷൻ ബേസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേ 2011 എന്നത് തീർച്ചയായിട്ടും BJP ഗവൺമെൻറ്റിൻ്റെ ആസൂത്രവിദ്യയുടെ ഒരു ഭാഗമായിരിക്കും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവർക്ക് അത്ര സൗകര്യമുള്ള സംസ്ഥാനങ്ങളല്ലെന്ന് കണ്ടുകൊണ്ട്, അവരെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളല്ലെന്നുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നത് ഫിനാൻസ് കമ്മീഷനെ കൊണ്ട്.